എൻ്റെ സമയം 2 മണിക്കായിരുന്നു. 2:30 അടക്കത്തിന് പോകണം. പ്രസാദത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 മണിക്ക് സമയമുണ്ടോ 1/2 മണിക്ക് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അടക്കത്തിന് വേണം. ഇവിടെ ഒരുപാട് വർഷം ജോലി ചെയ്ത സിസ്റ്റർ മോണിസി അമ്മ മരിച്ചിരിക്കുകയാണ്. ആതിരപ്പള്ളിയിലുണ്ട്. അപ്പോൾ അടക്കത്തിന് പോകണം. ഞാൻ അധികമായിട്ട് പ്രസാദത്തിനെ നിങ്ങളെല്ലാത്ത പ്രസാദത്തിനെ കുറിച്ച് അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പ്രസാദത്തൻ ഈ 37 വർഷം BIMS ഉണ്ടായിരുന്നു. എനിക്ക് 60 വർഷമായിട്ട് അറിയാം പ്രസാദത്തിന്. 67 മുതൽ ഏകദേശം 58 വർഷത്തോളം എനിക്ക് പ്രസാദത്തിനെ അറിയാം. അപ്പോൾ അതുകൊണ്ടുള്ള ബന്ധം. അതുകൂടാതെ ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട് പ്രസാദത്തിന് വേണ്ടി കടത്താണ്. പ്രസാദത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ വിശുദ്ധൻ്റെ പോലെ തന്നെയാണ്. ഇന്നത്തെ വിശുദ്ധൻ ജോൺ ബോസ്കോയാണ്. അദ്ദേഹം സലേഷ്യൻ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പുഞ്ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ്. അദ്ദേഹം ആളുകളെ ആകർഷിച്ചത് പുഞ്ചിരിയിലൂടെയും ഫലിതങ്ങളിലൂടെയും. വളരെയധികം തെരുവ് തെണ്ടുകളായിരുന്ന വിദ്യാർത്ഥികളെ അദ്ദേഹം ആകർഷിച്ചു. പള്ളിയിലും സ്കൂളിൽ നിന്ന് പോകാതിരുന്നവരെ എല്ലാവരും ആകർഷിച്ചുകൊണ്ട് അനേകരെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരമായിരുന്നു. അവരോട് കളിക്കുക, അവരോട് സംസാരിക്കുക, അങ്ങനെ അനേകം പാലകന്മാരും ഭാര്യമാരുടെ ഇടയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ച് അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച പ്രസാദത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് സ്ഥലം കാണേണ്ട ആവശ്യമില്ല. പ്രസാദത്തിന് അതുപോലെ തന്നെ പ്രസാദത്തിൻ്റെ മുഖത്ത് നമ്മൾ മരത്തി കഴിഞ്ഞിട്ട് ആ പുഞ്ചിരിക്കുണ്ടേ. ഞാൻ 1967 കണ്ട പുഞ്ചിരി ഇന്ന് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രസാദത്തിന് നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ ഉള്ളതും മറ്റു ധാമിലും മറ്റു ഭവൻ മറ്റു സദനൊക്കെ ഉള്ളതെല്ലാം പ്രസാദത്തിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രസാദത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ അവിടെ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിധവകൾക്ക് വേണ്ടി വർഷങ്ങളോളമായി നിങ്ങളിവിടെ വരികയാണ്. നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്, ശനിയാഴ്ച പ്രോഗ്രാമിന് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആഗ്രഹങ്ങൾ നമുക്കറിയാം. ഒരു 50,000 കൂടെ ഒരു നല്ല ഒരു സാമ്പത്തിക ചിലവുണ്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്തും. അതെല്ലാം പ്രസാദത്തിന് ക്രമീകരിച്ച് നിങ്ങളുടെ പ്രോഗ്രാമെല്ലാം വളരെ നല്ല. അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പ്രസാദത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ വിധവകളായ യാതൊക്കെ രൂപത്തിൽ വിധവകളായ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രോഗ്രാം എപ്പോഴും നടത്തണമെന്ന് അച്ഛൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് നടത്തണമെന്നൊക്കെ ഞങ്ങളുടെ സമൂഹത്തിലൊക്കെ അങ്ങനെ ചർച്ചകളുണ്ടായി. വലിയ എക്സ്പെൻസീവ് ചില കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ പ്രസാദത്തിന് സാരമില്ല. നമ്മുടെ അമ്മച്ചിമാർക്ക് നമുക്ക് ഒരു ദിവസം അവർക്ക് വേണ്ടി ചെലവഴിക്കാം. നമുക്കുള്ളതും നമുക്ക് അവർക്ക് വേണ്ടി ചെലവഴിക്കാം. അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള അച്ഛനാണ്. അങ്ങനെ നമുക്കറിയാം പ്രസാദത്തിന് ആളുകളുടെ തെങ്ങിക്കൂടിയ ഒരു കാര്യം പ്രസാദത്തിൻ്റെ പുഞ്ചിരി ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രസാദത്തിൻ്റെ ആത്മീയത പിന്നെ സൗഹാർദ്ദ മനോഭാവം. ആരോടും കോപിക്കുകയൊക്കെ ലയിക്കുകയോ എപ്പോഴും വളരെ സന്തോഷത്തോടെ. പ്രസാദത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി എപ്പോഴും അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം ഇപ്പോൾ ഞങ്ങളാണ്. നമ്മൾ പ്രസാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രസാദത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അച്ഛനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്ന കാലത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഈ 60 വർഷത്തെ അച്ഛനുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് അച്ഛൻ വലിയൊരു വിശുദ്ധനായ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധനായ തൻ്റെ കർത്തവ്യങ്ങൾ പരിപാലിച്ചു വന്നു. ഇതാണ് എൻ്റെ കാരണം. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അച്ഛനൊരു വലിയൊരു സംഭവമായിരുന്നു. അച്ഛന് ഒരു വലിയൊരു IMSലെ വലിയൊരു സംഭവം. പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് തന്നെയാണ് ഇന്ന് പുറത്തുള്ള വളരെ അധികം മലയാളം കേരളത്തിലുണ്ടാകുന്ന പുറത്ത് വിദേശത്ത് ജോലി അവരെല്ലാം അച്ഛനുമായിട്ട് ഇപ്പോഴും സമ്പർക്കത്തിലുണ്ട്. അച്ഛൻ്റെ മാധ്യസ്ഥ യാചിക്കുകയും അച്ഛന് വേണ്ടി ആരുടെ എപ്പോഴും പ്രാർത്ഥന സഹായം യാചിക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനകൾ അവർക്ക് ലഭിച്ചു, കൈവയ്പ് ലഭിച്ചിരുന്നു. അങ്ങനെ വളരെ കാര്യങ്ങൾ അസാന്തരത്തിന് ചെന്ന് ഞാൻ പ്രാവശ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെ ഉടമസ്ഥൻ പ്രസാദത്തിനാണ്. എല്ലാം തുടങ്ങിയത് പ്രസാദത്തിനാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ IMSൻ്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പ്രസാദത്തിന് തുടങ്ങി വെച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂസ് തുടർച്ചയാണ് ഞങ്ങൾ യോശിച്ചിനും ഇപ്പോൾ അച്ഛനൊക്കെ നയിക്കുന്നത്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. നിങ്ങളതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും. അപ്പോൾ നല്ലൊരു വലിയ കാര്യം പ്രസാദത്തിന് വലിയ കാര്യങ്ങൾ കേരള സഭയ്ക്ക് വേണ്ടി ചെയ്തു. അത് പലതരത്തിലുള്ളതാണ്. പല രീതിയിൽ പല തലങ്ങളിൽ പല മേഖലകളിലും ഒക്കെ പ്രസാദത്തെ പ്രവർത്തിച്ച് ഏറ്റവും നല്ല ഉദാഹരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി, അദ്ദേഹത്തിൻ്റെ ആത്മീയത, അദ്ദേഹത്തിൻ്റെ
സമീപന രീതി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലിയൊക്കെ വളരെ നമുക്കെല്ലാവർക്കും അനുകരണീയമാണ്, മാതൃകയായിരുന്നു. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രശാന്തത്തിന് വലിയ വലിയ ഓർമ്മകൾ, വളരെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഈ ലോകത്തിൻ്റെ പിരിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് അദ്ദേഹത്തിന് നന്ദി പറയാം. നമുക്ക് അതിനുവേണ്ടി ഒരു വലിയ മഹാനായ വ്യക്തി നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ടാവുകയും ഈ സ്ഥാപനത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള രീതിയിലും പ്രകാരത്തിലും പരിശ്രമിച്ച് ഈ സ്ഥാപനത്തിന് വലുതാക്കുകയും മുന്നോട്ടുള്ള പോക്കിൽ അച്ഛൻ്റെ ആ പ്രവർത്തന ശൈലി നമുക്കെല്ലാവർക്കും മാതൃകയാണ്, പ്രചോദനമാണ്. അതുകൊണ്ടാണ് അച്ഛൻ പോയതിനു ശേഷം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം, അച്ഛൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് സഹോദരി സഹോദരന്മാരെ നമുക്ക് കൃത്യമായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരുമിച്ച് കൂടി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കാം. നമ്മളെല്ലാവരും അച്ഛൻ്റെ കബറിടത്തിൽ പോവുകയും അച്ഛനോട് പ്രാർത്ഥിക്കണം. അച്ഛൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അച്ഛൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ എല്ലാ ഭവനവും നമ്മളെല്ലാവരിലും ഉണ്ട്. കാരണം അച്ഛൻ്റെ പുഞ്ചിരി, അച്ഛൻ ശാരീരികമായി ഇവിടെ ഇല്ലെങ്കിലും ആത്മീയമായി നമ്മളുണ്ട്. ആ പുഞ്ചിരിയും ആ നടപ്പും ആ വർത്തമാനം പറയുന്ന രീതിയും എല്ലാം വളരെ വളരെ വ്യത്യസ്തപ്പെട്ട, മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടതായും അതുകൊണ്ട് ആയിരങ്ങളെ ദൈവത്തിനെ കളിപ്പിക്കാൻ സാധിച്ചു, മറ്റുള്ളവരെ കളിപ്പിക്കാൻ സാധിച്ചു. മറ്റുള്ളവരെല്ലാവരും പരോപകാരികളായി ജീവിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെയും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛൻ പഠിപ്പിക്കുക, അതിൻ്റെ വലിയ യോഗദാനമാണ് പ്രശാന്തത്തിന് ഈ ലോകം നമ്മുടെ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പല രീതിയിലും പ്രകാരത്തിലും അച്ഛൻ ചെയ്ത ഓരോ പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇന്ന സമയം പോലെ, അതുകൊണ്ട് ഇനി നമുക്ക് ഇനി ഒരു സമയം കിട്ടുവാനും അങ്ങനെ പറയാം. അനുനാദയം നിങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെ അനുഗ്രഹത്തിൽ നന്ദി പറയാം. പ്രശാന്തത്തിലൂടെ നമ്മൾക്ക് നല്ല മാതൃകയും ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, അങ്ങ് പ്രശാന്തത്തിന് ആത്മാവ് കണ്ണു കാണിക്കുന്നത് അങ്ങനെ സാന്നിധ്യത്തിൽ ഉപസ്ഥിതിയിൽ പ്രശാന്തത്തിന് എപ്പോഴും ആയിരിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിർത്തുന്നു. നന്ദി. എനിക്ക് പോകാനാണ്.